ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്ലി ഞാൻ ചെയ്യുന്ന കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കിച്ചൺ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങളപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഫസ്റ്റിന് ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കൽ. ഫസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ രാവിലെ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടും. എവിടെയാണോ നമുക്ക് ഡീപ്പ് ക്ലീൻ ആക്കാനുള്ളത് ആ ഏരിയ രാവിലെ തന്നെ ക്ലീൻ ആക്കിയിടും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലിവിങ് ഏരിയയും ഹാളും ബെഡ്റൂമും എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിടും കേട്ടോ. എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് തുടച്ചിട്ടിടും കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ കിച്ചൺ ആയിക്കോട്ടെ, കിച്ചണിൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് മാത്രമേ ഞാൻ ഇതേപോലെ ഡീപ്പ് ക്ലീനിങ് എല്ലാം ചെയ്യാനുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു സമാധാനം. അല്ലാതെ ഇങ്ങനെ പണികളെ ഇടയ്ക്ക് കൂടെയെല്ലാം ഇങ്ങനെ ഡീപ്പ് ക്ലീനെല്ലാം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പണിയും എവിടെ ആവില്ല, അതേപോലെ തന്നെ ക്ലീനിങ്ങും എവിടെ ആവില്ല. അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്യലേ. ഇപ്പോൾ ഇതാ കിച്ചൺ കണ്ടോ, കൗണ്ടർ ടോപ്സും ഉച്ചക്കത്തുള്ള ഫുഡും എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പം കിച്ചൺ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഫസ്റ്റിന് ഞാനിതാ ഈ ഒരു കബോർഡില്ലേ അവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ വലിച്ച് പറിച്ച് ഇടുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഓരോരോ ഏരിയ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വരലാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ സാധനം ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ അരി അങ്ങനത്തെ ഐറ്റംസ്, ഇങ്ങനെ പൊടികളില്ലേ നമ്മൾ അരിപ്പൊടി, അതെല്ലാം അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെക്കൽ. അപ്പം അതെല്ലാം ഇതാ ഒന്ന് പുറത്തെടുത്തിട്ട് വെക്കലാണ്. മന്ത്ലി നമ്മൾ എന്തായാലും ഇങ്ങനൊരു ഡീപ്പ് ക്ലീനിങ് കിച്ചണിൽ ചെയ്യൽ മസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഫോളോ ചെയ്തു വരുന്നൊരു കാര്യമാണ്. മന്ത്ലി എങ്ങനെയാണെങ്കിലും ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂറിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് കുറയും ചെയ്യും കേട്ടോ, ഇങ്ങനൊരു ക്ലീനിങ് എല്ലാം ചെയ്തെടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതാ എല്ലാ സാധനവും ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഞാനിപ്പം ആ ഒരു ഏരിയ ആണ് ഇപ്പോൾ ആദ്യം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒന്ന് അടിച്ചരിയിട്ട് എടുക്കലാണ്. പിന്നെ അടിച്ചു വരുമ്പം അതിൻ്റെ കൂട്ടത്തിൽ മാറാലെല്ലാം ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനൊരു കബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇങ്ങനൊരു ക്ലീനിങ് ആവശ്യമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കബോർഡിൻ്റെ ഉള്ളിലെല്ലാം പെട്ടെന്നായിരിക്കും കൂറെല്ലാം വന്നിട്ട് നിറയുക. അപ്പം ഇങ്ങനൊരു ക്ലീനിങ് ആവശ്യം തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ കിച്ചണിൻ്റെ ഈ കബോർഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ബ്രഷ് അതുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൈഡിലെ വേസ്റ്റിൽ ഇങ്ങനെ തട്ടിയെടുക്കാൻ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ സൈഡിൽ പറ്റി പിടിച്ചിട്ടുള്ള പൊടിയെല്ലാം നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷെല്ലാം വെച്ച് ക്ലീൻ ആക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഒന്ന് അടിച്ചരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തുടച്ചിട്ടെടുക്കലാണ് കേട്ടോ. തുടക്കുമ്പം നമ്മളിങ്ങനെ ആ ഒരു വെള്ളത്തിൽ നമ്മളിങ്ങനെ തുടക്കുമ്പോഴും യൂസാക്കുന്ന ലിക്വിഡില്ലേ, അതിങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് വേണം തുടച്ചെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. പിന്നെ ഈ കൂരേൻ്റെ അങ്ങനത്തെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ആ സൈഡൊന്ന് ഉണങ്ങട്ടെ. അത് ഉണങ്ങുമ്പോഴത്തേക്കും ഞാനിതാ ഈ ഒരു ഏരിയ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഞാൻ അത്യാവശ്യം നമ്മൾ യൂസ് ആക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം കേട്ടോ വെക്കൽ. ചട്ടി അങ്ങനത്തെ എല്ലാ ഐറ്റംസാണ് വെക്കൽ. അപ്പം അതും ഒന്ന് എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതാ ഒന്ന് അടിച്ചരിട്ടെടുക്കലാണ് കേട്ടോ. ഈ ഒരു സൈഡ് അങ്ങനെ എന്താ പറയുക പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല, അത്ര വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സൈഡും ഒരു 2 പ്രാവശ്യം ഒന്ന് തുടച്ചിട്ടെടുക്കലാണ് കേട്ടോ. ഇവിടെ തുടച്ച് കഴിയുമ്പോഴത്തേക്കും ആ സൈഡ് ഉണങ്ങിക്കുണ്ടാവും. അപ്പോൾ ഞാൻ അടുത്ത എല്ലാ ഐറ്റംസും വെക്കും കേട്ടോ. അടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈട ഉണങ്ങിക്കുണ്ടാവും. അപ്പോൾ ഈട പാത്രങ്ങളെല്ലാം വെക്കലാണ്. പിന്നെ പാത്രമൊന്നും ഞാനിങ്ങനെ കഴുകാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അതെല്ലാം നമ്മൾ ഡെയിലി യൂസാക്കുന്ന പാത്രം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കലുള്ളൂ. അപ്പം അതെല്ലാം
പിന്നെ കഴുകാൻ വേണ്ടി നിൽക്കുന്നില്ല. അതെല്ലാം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് കഴുകിയിട്ട് വെക്കുന്നതന്നെയല്ല, അതിനെക്കൊണ്ട് അതൊന്നും കഴുകിയിട്ട് വെക്കില്ല. ഇനിയിപ്പോൾ ഇതാ കബോർഡിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് നീറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് ഇതാ ഒന്ന് മാറാലെല്ലാം തട്ടണം. അപ്പം ഈ ഒരു സൈഡിലാണ് കേട്ടോ മാറാല ഫസ്റ്റ് തട്ടുന്നത്. അപ്പം ഈ ഒരു സൈഡിലുള്ള സാധനങ്ങളെല്ലാം ഇതാ ഇങ്ങോട്ടേക്കായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഇനി വീഴണ്ട കരുതിയിട്ട്, പൊടികളൊന്നും വീഴണ്ട കരുതിയിട്ട് ഒന്ന് ഇങ്ങോട്ടേക്കായിട്ട് നീക്കിയിട്ട് വെക്കലാണ്. മാറാല എന്ന് പറയാൻ മാത്രമുള്ള മാറാലൊന്നും ഇല്ല കേട്ടോ. അതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ അപ്പം ഇങ്ങനെ തട്ടിയിട്ട് പോകുന്നത് കൊണ്ട് അതിന് മാത്രമുള്ള മാറാലും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ജസ്റ്റ് ഇങ്ങനെ ക്ലീനാക്കി എടുക്കുന്നതെന്ന് മാത്രം കേട്ടോ. അതേപോലെ തന്നെ ആടുള്ള ഈ ഒരു ജനലിൻ്റെ അതും ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാറാലെല്ലാം തട്ടിയിട്ട് എടുക്കലാണ്. അങ്ങനെ മാറാലെല്ലാം തട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പം ആ ഒരു സൈഡിലെ ടൈലില്ലേ, അത് ഒരു നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സോപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചിട്ട് എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് വൃത്തിയോടൊന്നും അയക്കില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി ഒരു നനഞ്ഞൊരു തുണി വെച്ച് തുടച്ചെടുത്താൽ മതിയല്ലോ എന്ന്. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒന്ന് ജസ്റ്റ് മാറാലയും എല്ലാം ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജനലിൻ്റെ സൈഡിലുള്ള പൊടികളും മാറാലെല്ലാം ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മാറാല തട്ടലും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഓൾറെഡി ഞാൻ ക്ലീനാക്കി വെച്ചതാണ് കേട്ടോ, നല്ലോണം നീറ്റായിട്ട് വെച്ചതാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ പൊടികളെല്ലാം വീണപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കാനേ ഉള്ളൂ, അല്ലാതെ വെലിങ്ങനെ വൃത്തിയാക്കാനൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പം അതെല്ലാം ഒന്ന് തട്ടിയെടുത്തിട്ട് ആടുന്ന് മാറ്റിയിട്ടുള്ള സാധനങ്ങൾ ആടെ തന്നെ ഒന്ന് തിരിച്ച് വെക്കലാണ്. പിന്നെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളും ബാക്കി പണിയെല്ലാം തീർന്നിട്ട് തന്നെ ഇറങ്ങിയതുകൊണ്ട് ഭയങ്കര മനസ്സമാധാനം കേട്ടോ. ഇങ്ങനെ ക്ലീനാക്കി എടുക്കുമ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരക്കിട്ടിട്ട് ക്ലീനാക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മനസ്സമാധാനം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ പിന്നെ വീട് ക്ലീനാക്കുന്നതും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നും കാണാത്തവരാണെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു വെക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓരോന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കബോർഡിൻ്റെ സൈഡെല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ മാറാലെല്ലാം തട്ടിക്കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ക്ലീനാക്കാൻ നമുക്കാവില്ല കേട്ടോ, കുറേ അല്ലറ ചില്ലറ സാധനമെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ക്ലീനാക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതേപോലെ തന്നെ ഈ ഒരു കബോർഡ് ഞാനിപ്പോൾ ക്ലീനാക്കി ഇടുന്നില്ല. അതേപോലെ തന്നെ ഫ്രിഡ്ജ് കേട്ടോ, ഫ്രിഡ്ജും എനിക്ക് ക്ലീനാക്കാനുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴാണോ സാധനം വാങ്ങൽ അതിൻ്റെ തൊട്ട് മുന്നെയാണ് കേട്ടോ ക്ലീനാക്കി എടുക്കലുള്ളൂ ഫ്രിഡ്ജെല്ലാം. അതേപോലെ തന്നെ കബോർഡും കുറച്ച് സാധനമെല്ലാം വാങ്ങാനുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കുമ്പോൾ ക്ലീനാക്കാമല്ലോ കരുതിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പം നെക്സ്റ്റ് ഈ ഒരു സ്റ്റൂളില്ലേ, ഇത് മോന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്റ്റൂളാണ് കേട്ടോ. അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു കാൽഭാഗത്തെല്ലാം നല്ല രീതിയിൽ തന്നെ ചളിയെല്ലാം പിടിച്ചിരിക്കണം കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ട് എടുക്കലാണ്. അത് സോപ്പും പൊടിയും ബ്രഷെല്ലാം ഉപയോഗിച്ചിട്ടാണ് ക്ലീനാക്കി എടുക്കുന്നത്. പിന്നെ അതുകൂടാതെ സ്റ്റൂളെല്ലാം എനിക്ക് ക്ലീനാക്കാനുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ഇപ്പോൾ ക്ലീനാക്കി എടുക്കുന്നില്ല. അതെല്ലാം എല്ലാ കസാരയെല്ലാം കയറുമ്പം ക്ലീനാക്കാമല്ലോ കരുതിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഇങ്ങനെ ചളിയെല്ലാം കണ്ടുകൊണ്ട് ഇവയെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് തോന്നി. ഇനിയിപ്പോൾ കിച്ചണിലെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഈ ഒരു സൈഡ് ഭയങ്കര ഒരു ചളി പിടിച്ച മാതിരി കേട്ടോ. അപ്പോൾ ഒരു നന്നെ തുണി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ച് നോക്കിയതാണ്, പക്ഷെ അത് പോകുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു സമയം കിട്ടുമ്പം ഒന്ന് കൈയ്യെടുക്കാൻ കരുതി. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് തുടച്ചിട്ടെടുക്കലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കിച്ചണെല്ലാം അടിച്ചാരി ഇടലും പിന്നെ ആ ഒരു കബോർഡ് ഒരു നനഞ്ഞൊരു തുണി വെച്ചിട്ട് തുടക്കലെല്ലാം ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 2 പ്രാവശ്യം തുടച്ചെടുക്കലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ, കിച്ചൺ ക്ലീനാക്കലെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കിയിട്ട് ഇങ്ങനെ കിച്ചണിലും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ, മനസ്സിന് എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം ഇങ്ങനെയെല്ലാം എൻ്റെ മന്ത്ലി ക്ലീനിങ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.